അജ്മൽ ദിറാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജ്മൽ, നമ്മൾ കോട്ടയത്തും ഒപ്പം തന്നെ കൊച്ചിയിലെയും കാഴ്ച കണ്ടു. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തും ഒട്ടും തന്നെ നിരാശപ്പെടേണ്ടി വന്നിരുന്നില്ല ആരാധകരുടെ കാര്യത്തിൽ. ബ്രസീൽ ആരാധകരുടെ കാര്യത്തിൽ അർജന്റീനയും ഒട്ടും മോശമാക്കില്ലെന്ന് കരുതട്ടെ. അനിൽ, ഈ 2026 US വേൾഡ് കപ്പിൽ അർജന്റീന ഇന്ന് ആദ്യമായി പന്ത് തട്ടാൻ ഇറങ്ങുമ്പോൾ ലോകത്തിലെമ്പാടും എന്ന പോലെ ഇങ്ങ് തിരുവനന്തപുരത്തും ഈ പറയുന്ന ആവേശത്തിന് യാതൊരുവിധ കുറവുമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വേൾഡ് കപ്പ് നേടിയ ശേഷം ഒരിക്കൽ കൂടി അത് നിലനിർത്തുന്നതിന് വേണ്ടി ഈ പറയുന്ന അർജന്റീന രംഗത്തിറങ്ങുന്നു. അതിലുള്ള ആവേശം ഇവർക്ക് തീരെ കുറവല്ല. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ മെസ്സിയുടെ 200ാമത്തെ മത്സരമാണ്, അന്താരാഷ്ട്ര മത്സരമാണെന്ന് മെസ്സി കളിക്കാൻ ഇറങ്ങുന്നത്. ഇപ്പൊ ഞാനുള്ളത് തിരുവനന്തപുരത്തെ അരുമാനൂരിലെ ഈ കോവളം ഫുട്ബോൾ FC-യുടെ അക്കാഡമിയിലാണ്. ഇവിടെ ഏറെക്കുറെ എല്ലാ ടീമുകളുടെയും ആരാധകരുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷവും ഇന്ന് അങ്ങ് ഈ പറയുന്ന കാൻസാസ് സിറ്റിയിൽ 6:15 പുലർച്ചെ 6:15 ഇറങ്ങുന്ന അർജന്റീനൻ ടീമിന്റെ ആ പുൽമൈതാനത്ത് നൃത്തം കാണാൻ കാത്തിരിക്കുന്ന അർജന്റീനൻ ആരാധകർ തന്നെയാണ് കൂടുതലുമുള്ളത്. ഇന്ന് അർജന്റീന ഇന്ന് മത്സരത്തിൽ ഇറങ്ങുകയാണ് കേട്ടോ. അൾജീരിയയാണ് എതിരാളികൾ. എന്താ ഇന്നത്തെ മത്സരത്തെ കുറിച്ചുള്ള പ്രതീക്ഷ? ഒന്നുമില്ല, ഞങ്ങൾ ജയിക്കും. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 200ാമത്തെ മത്സരമാണ് 200ാമത്തെ മത്സരത്തിലാണ് ആ ദേശീയ കുപ്പായമണിഞ്ഞ് ഇറങ്ങുന്നത്. ഇന്ന് മെസ്സിയെ കുറിച്ചുള്ള പ്രതീക്ഷ, ഇന്ന് മെസ്സി ഗോൾ അടിക്കും. മെസ്സി ഗോൾ അടിച്ചില്ല, മെസ്സി കളിപ്പിക്കും. മെസ്സി ഫുള്ള് കളിപ്പിക്കും. പിന്നെന്താ, ഗോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ജയിച്ചാൽ മതി, ഞങ്ങൾ ജയിക്കും. ഇത് മെസ്സിയുടെ അവസാന വേൾഡ് കപ്പാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? ഒരിക്കൽ കൂടി ഒരു അംഗത്തിന് കൂടി മെസ്സിക്ക് ഇനിയും കഴിവുണ്ട്, ഒരു അംഗത്തിന് കൂടി മെസ്സിക്ക് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? തീർച്ചയായും സാധിക്കും. തീർച്ചയായും അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ കഴിവ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങളെല്ലാം മെസ്സിയെ മാതൃകയാക്കി ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയ ആരാധകരാണോ? ആരാധകരായിരുന്നു, ഇപ്പൊ കളിക്കാരായി മാറിയിരിക്കുകയാണ്. അതെ. മെസ്സി ഇൻസ്പയർഡ് ഇറങ്ങിയവരാണോ? അതെ. മെസ്സി മറഡോണയൊക്കെ ഞങ്ങൾ ഇൻസ്പയർ. അത് തന്നെയാണ്, മെസ്സിക്കായുള്ള കാത്തിരിപ്പ് തന്നെയാണ് അർജന്റീൻ ആരാധകർ. അവിടെയും മെസ്സിയുടെ മാന്ത്രികത ഒരിക്കൽ കൂടി ലോകവേദിയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആ കുട്ടിക്കൂട്ടങ്ങളെ പോലെ തന്നെ കാത്തിരിക്കുന്നത്. എബിൻ റോസിന്റെ കുട്ടികളാണ്, കോവളം FC-യുടെ കുട്ടികളാണ് എബിൻ റോസ് പരിശീലിപ്പിക്കുന്ന ടീം. എന്തായാലും കേരള ഫുട്ബോളിന് വലിയ സംഭാവനകൾ നൽകുന്ന എബിൻ റോസിലൂടെ ഈ കൂട്ടത്തിൽ നിന്ന് ഒരു പിടി മെസ്സിമാരും മറഡോണമാരും റൊണാൾഡോമാരും ഉണ്ടാകുമെന്ന് കൂടി ഈ ഘട്ടത്തിൽ പറയട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.